നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ ചോദ്യോത്തരം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നാണ്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്തനോൾ കലർന്ന പെട്രോൾ വരുന്നു എന്നുള്ള കാര്യം. E85, E100 അങ്ങനെ പല പേരുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഫ്ലെക്സ് ഫ്യൂവൽ എന്നൊക്കെ ഇതിനെ വിളിക്കുന്നതും കേൾക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം. ധാരാളം ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെ അയച്ചു കിട്ടുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങളെ അത് ബാധിക്കുമോ, ഇനി മുതൽ നമ്മൾ അതാണോ ഫില്ല് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ വില, ഇതെവിടെ ലഭ്യമാണ്, അത്തരം പല ചോദ്യങ്ങളാണ് ഇത് സംബന്ധിച്ച് നമുക്കുള്ളത്. അപ്പോൾ അതിലേക്കൊന്ന് വെളിച്ചം വീശുക എന്നുള്ളതാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ പെട്ടെന്ന് ഇതെങ്ങനെയാണ് വാർത്തയിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ആദ്യത്തെ E85 പെട്രോൾ പമ്പ് ഡൽഹിയിൽ തുറന്നു എന്നുള്ള വാർത്ത കണ്ടപ്പോഴാണ് ഇത് തൊട്ടടുത്ത് എത്തിയല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 100% എത്തനോൾ എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പുറപ്പാടാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഡൽഹിയിലെ E85 കിട്ടുന്ന പമ്പിനെ കാണേണ്ടത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പെട്രോളിൻ്റെ വില റോക്കറ്റ് പോലെ കുതിച്ചു വരുമ്പോൾ E85 പെട്രോളിൻ്റെ വില കുറവാണെന്നുള്ള കാര്യമാണ്. 82 രൂപ 12 പൈസയേ ഉള്ളൂ E85 പെട്രോളിൻ്റെ വില. നമ്മളിപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന 20% എത്തനോൾ കലർന്ന E20 എന്ന പെട്രോളിനേക്കാളും 20 രൂപ കുറവാണ് 1 ലിറ്റർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു E85ൻ്റെ വില. ഇപ്പോൾ ഡൽഹിയിലെ പുസ റോഡിലെ ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് E85ൻ്റെ ഡിസ്പെൻസർ ഉള്ളത്. സാധാരണ പമ്പിൽ തന്നെ, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ തന്നെ ഒരു ഡിസ്പെൻസർ ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഡിസ്പെൻസറിൽ എഴുതിയിട്ടുണ്ട് E85 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്ക് കാണാം, നമ്മൾ വളരെ നേരത്തെ തന്നെ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഡിസ്പെൻസറുകൾ കണ്ടിട്ടുണ്ടാകും. എത്തനോൾ കലർന്ന പെട്രോൾ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഇതിപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ E85 കോംപ്ലിയൻ്റ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് ഈ ഇന്ധനം ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് 500 E85 സ്റ്റേഷനുകൾ തുറക്കാനാണ് സർക്കാർ പ്ലാൻ ഇടുന്നത്. അത് 2027 5000 ഉയരുകയും ചെയ്യും. അപ്പോൾ 2027 കൂടി നമുക്ക് എവിടെയും ഇത് കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് വരും. വില കുറവാണെങ്കിലും E85 ഉപയോഗിച്ച വാഹനങ്ങൾക്ക് 25 തൊട്ട് 30% വരെ മൈലേജ് കുറവായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം. കാരണം എത്തനോളിന് പെട്രോളിനെ അപേക്ഷിച്ച് സാന്ദ്രത കുറവാണ്. തന്നെയുമല്ല, എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം മെക്കാനിക്കൽ മാറ്റങ്ങൾ ധാരാളം വരുത്തേണ്ടതുണ്ട് വാഹനത്തിൽ. ഇപ്പോൾ മാരുതി വാഗണാറാണ് E85 റെഡി ആയിട്ടുള്ള ഒരു കാറായിട്ട് നമ്മൾ അറിയുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫ്ലെക്സിബിൾ വാഹനം ഈ വർഷം അവസാനത്തോടുകൂടി ഡെവലപ്പ് ചെയ്ത് വിപണിയിൽ എത്തിക്കുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഹീറോ മോട്ടോ കോർപ്പിൻ്റെ 2 വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ഫ്ലെക്സ് ഫ്യൂവൽ റെഡിയാണ്. ഒന്ന് സ്പ്ലെൻഡറിൻ്റെ പ്ലസ് എന്ന് പറയുന്ന മോഡലും പിന്നൊന്ന് HF ഡീലക്സ് എന്ന് പറയുന്ന ആ 2 മോഡൽ ഇപ്പോൾ തന്നെ ഫ്ലെക്സ് ഫ്യൂവൽ റെഡി ആയിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യ എത്തനോൾ കലർന്ന ഫ്യൂവലിലേക്ക് അതോ ഫ്ലെക്സ് ഫ്യൂവലിലേക്ക് ചൂട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഫ്യൂവലിൻ്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. E85, E100 എന്നിങ്ങനെ 2 ഫ്ലെക്സ് ഫ്യൂവലാണ് ഇപ്പോൾ സജീവമായിട്ട് ചർച്ചയിലുള്ളത്. E85ൽ 85% എത്തനോളും 15% പെട്രോളുമാണുള്ളത്. എന്നാൽ E100ൽ 93 to 95% എത്തനോളും ബാക്കി 5 to 7% പെട്രോളുമാണ് കലർന്നിരിക്കുന്നത്. രാവിലെ തണുത്ത വെളുപ്പാൻ കാലത്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആകണമെങ്കിൽ ഈ ഇന്ധനത്തിൽ കലർത്തിയിരിക്കുന്ന പെട്രോൾ സഹായിക്കും. അതിനുവേണ്ടിയാണ് പെട്രോൾ കുറച്ചെങ്കിലുമൊക്കെ കലർത്തുന്നത്. തന്നെയുമല്ല, വാഹനത്തിന് തീ പിടിച്ചാൽ തീക്ക് പ്രത്യക്ഷത്തിൽ ഒരു നിറം വേണമെങ്കിൽ അതിൽ പെട്രോൾ കലർന്നിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കില്ല. എന്തായാലും നിങ്ങളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന E20 കോമ്പറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് ഒരിക്കലും E85ലോ അല്ലെങ്കിൽ E100ലോ ഓടാൻ സാധിക്കില്ല. അതിനായിട്ട് എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്ക് എഞ്ചിനിലും മറ്റ് ഹാർഡ്വെയറിലും വരുത്തേണ്ടതെന്ന് നോക്കാം. എത്തനോളിൻ്റെ എനർജി പെർ വോളിയം എന്ന് പറയുന്നത് പെട്രോളിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിനുകൾ അതേ പവർ കിട്ടണമെങ്കിൽ 30 തൊട്ട് 40% വരെ കൂടുതൽ ഇന്ധനം വേണം ഫ്ലെക്സ് ഫ്യൂവലിന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായിട്ട് ഹൈ ഫ്ലോ ഫ്യൂവൽ പമ്പും വലിയ ഇൻടേക്കുകളും വേണം. ഫ്യൂവൽ ലൈനുകൾ, റെഗുലേറ്ററുകൾ, ഫ്യൂവൽ ടാങ്ക് എന്നിവയും എത്തനോളിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എത്തനോൾ ഹൈഡ്രോസ്കോപ്പിക് ഫ്യൂവൽ ആണെന്നുള്ള ഒരു കാര്യമാണ്. ഹൈഡ്രോസ്കോപ്പിക് ഫ്യൂവലുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് അതുമായിട്ട് സമ്പർക്കത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ പ്രതലങ്ങളെയും ദ്രവിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ആ എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഇതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. ഇതുകൂടാതെ എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഒരു എത്തനോൾ സെൻസറും ആവശ്യമാണ്. ഈ സെൻസർ ഫ്യൂവലിലെ എത്തനോളിൻ്റെ അളവ് അപ്പോൾ മനസ്സിലാക്കി ECUവിന് ഡാറ്റ നൽകിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ECU എഞ്ചിന് വേണ്ടത്ര ഫ്യൂവൽ നൽകാനുള്ള നിർദ്ദേശം നൽകും. എത്തനോളിൻ്റെ കുറഞ്ഞ എനർജി ഡെൻസിറ്റി മൂലം കൂടുതൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആവശ്യമാണ് എന്നുള്ള കാര്യവും ഓർക്കുക. ഇനി എത്തനോൾ ഫ്യൂവലിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. കാരണം ഗവൺമെൻറ് ഇത്രയധികം ഇതിന് ഒരു താല്പര്യമെടുത്ത് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും അന്താരാഷ്ട്ര വിപണിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ട് നമുക്ക് വേണമെങ്കിൽ, പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും കുറേയൊക്കെ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും. കുറേന്നല്ല, ഒരു ഭൂരിഭാഗവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വിദേശ നാണ്യം ലാഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്തനോളിന് ഒക്ടേൻ റേറ്റിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എഞ്ചിൻ ട്യൂണിങ് ഒന്ന് മെച്ചപ്പെടും. E85 അല്ലെങ്കിൽ E100ൽ ഓടുന്ന വാഹനങ്ങളുടെ
ഇഗ്നിഷൻ ടൈമിംഗ് എന്ന് പറയുന്നത് പെട്രോൾ വാഹനത്തെ അപേക്ഷിച്ച് നേരത്തെ ആക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ പവർ ലഭ്യമാകും. അങ്ങനെ ഡ്രൈവിംഗ് കുറച്ചുകൂടി രസകരമാക്കാൻ സാധിക്കും. എത്തനോൾ അന്തരീക്ഷമായിട്ട് കലരുമ്പോൾ ഒരു വേപ്പർ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഈ വേപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. ആ കൂളിംഗ് എഫക്റ്റ് എഞ്ചിൻ്റെ നോക്കിങ് എന്ന് പറയും. നോക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് എഞ്ചിൻ ഇടിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തീരെ ഉണ്ടാവുകയില്ല. എത്തനോൾ കലർന്ന ഇന്ധനത്തിലാണ് വാഹനം ഓടുന്നതെങ്കിൽ. എത്തനോൾ ഓടുന്ന വാഹനങ്ങൾ കാർബൺ മോണോക്സൈഡ് അതുപോലെ നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവയെല്ലാം പുറത്തുവിടുന്നത് കാര്യമായ രീതിയിൽ കുറയും. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം കുറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇവ അസറ്റൽ ഡീഹൈഡ് അഥവാ C2H40 എന്ന് പറയുന്ന മാലിന്യം പുറത്തുവിടുന്നതായിട്ട് ഒരു ആരോപണമുണ്ട്. അതിനെപ്പറ്റി കൃത്യമായ പഠനങ്ങൾ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പലയിടത്തും അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പം ഒരു പ്രധാനപ്പെട്ട മലിനീകരണ സ്രോതസ്സ് ഒഴിവായി കിട്ടുമെങ്കിലും ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. എന്തായാലും എഞ്ചിനിലും മറ്റും മാറ്റങ്ങൾ വരുത്തേണ്ടതുകൊണ്ട് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്ക് വില കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ വിപണിയിലുള്ള സ്പ്ലെൻഡറിൻ്റെ പ്ലസ് എന്ന് പറയുന്ന ഫ്ലെക്സ് ഫ്യൂവൽ മോഡലിന് 5153 രൂപ കൂടുതലുണ്ട് പെട്രോൾ ഓടുന്ന വാഹനത്തിനേക്കാളും. അതുപോലെ തന്നെ വരാൻ പോകുന്ന മാരുതിയുടെ വാഗണാറിൻ്റെ ഫ്ലെക്സ് ഫ്യൂവൽ മോഡലിന് 50,000 തൊട്ട് 1,00,000 രൂപ വരെ വില കൂടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും സെൻട്രൽ ഗവൺമെൻറ് എല്ലാ വാഹന നിർമ്മാണ കമ്പനികളോടും ഫ്ലെക്സ് ഫ്യൂവലിലോടുന്ന വാഹനങ്ങൾ റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 2027 1000-ത്തിലധികം പമ്പുകളിൽ ഫ്ലെക്സ് ഫ്യൂവൽ ലഭ്യമാവുകയും ചെയ്യുന്നതോടുകൂടി ഇന്ത്യ ഫ്ലെക്സ് ഫ്യൂവൽ രാജ്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്രസീലാണ് ഫ്ലെക്സ് ഫ്യൂവൽ ഓടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലെക്സ് ഫ്യൂവലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്ന കാര്യം. കുറേ കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകാനുണ്ട്. എങ്കിലും ഏകദേശമൊക്കെ മനസ്സിലായ സംഭവങ്ങൾ വെച്ച് ഇതാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് കാലം കഴിഞ്ഞ് വാങ്ങിക്കാൻ പോകുന്ന വാഹനങ്ങളെല്ലാം ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളായിരിക്കും. അപ്പോൾ E85 to E100 ആണ് വരാൻ പോകുന്നത്. തുടക്കത്തിൽ E85 വന്നു കഴിഞ്ഞു. ഇനി E100 കൂടി വന്നതോടുകൂടി നമ്മളുടെ വാഹനങ്ങളൊക്കെ അതിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നിങ്ങൾക്കൊരിക്കലും E85 അല്ലെങ്കിൽ E100 ഫില്ല് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളല്ല. അതിനായിട്ട് ആ വാഹനങ്ങൾ തന്നെ വരണം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ഫ്യൂവൽ എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ പെട്രോൾ പമ്പുകളിലും സാധാരണ ഫ്യൂവലും ലഭ്യമാകും. അതോടൊപ്പം ഈ E85 E100 വേറെ ഡിസ്പെൻസേഴ്സ് ആകും ഉണ്ടാകുക. അപ്പോൾ പഴയ വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ E20 ഫ്യൂവൽ ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്ന രമേശ് ശ്രീധറാണ്, കാട്ടായിക്കോണത്ത് നിന്നും. റെനോ ഡസ്റ്റർ വാങ്ങാൻ തീരുമാനിച്ചു. ഏത് എൻജിൻ വേരിയൻറ്റ് വേണമെന്നതിലാണ് കൺഫ്യൂഷൻ. എന്തായാലും വളരെയധികം ഓട്ടമില്ലാത്തതിനാൽ സ്ട്രോങ് ഹൈബ്രിഡ് വേണം എന്ന് തീരുമാനിച്ചിട്ടില്ല. 1 ലിറ്റർ 1.3 ലിറ്റർ ഇതിലേതാണ് മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ 1 ലിറ്ററിൻ്റെ ഡ്രൈവ് വന്നിരുന്നു. 1.3 ലിറ്ററിൻ്റെ മാനുവലും 1.3 ലിറ്ററിൻ്റെ ഓട്ടോമാറ്റിക്കും 1 ലിറ്ററിൻ്റെ മാനുവലുമാണ് നമ്മളിപ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഇതിൽ 1 ലിറ്റർ മോശമല്ല, 6 സ്പീഡ് മാനുവലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് കൈഗറിലെ എഞ്ചിൻ തന്നെയാണെങ്കിലും അതിൽ 5 സ്പീഡേ ഉള്ളൂ മാനുവൽ ഗിയർ ബോക്സ്. പക്ഷേ ഇതിൽ 6 സ്പീഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈവബിലിറ്റിയുള്ള എഞ്ചിനാണ്. എങ്കിൽ പോലും ആ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ്റെ ചെറിയ ഒരു ലാഗും ചെറിയൊരു ഒച്ചപ്പാടും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും മോശം എന്ന് പറയാനാവില്ല. മറ്റൊരു പ്രത്യേകത, അത് നമുക്ക് 10,49,000 രൂപ കിട്ടും എന്നുള്ള കാര്യമാണ്. അപ്പം ഡസ്റ്റർ പോലൊരു വലിയ വാഹനം, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഉള്ളൊരു വാഹനം ആ വിലയ്ക്ക് കിട്ടുന്ന മോശമല്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം സസ്പെൻഷൻ ഒന്നാം തരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ലിറ്റർ എഞ്ചിനും മോശമല്ല. ഇനി ഇതിലേതാണ് മെച്ചപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 1 ലിറ്റർ എഞ്ചിൻ ഞാൻ പറഞ്ഞല്ലോ 3 സിലിണ്ടറാണ്, 100 bhp ആണ് ഇതിൻ്റെ പവർ. അതിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പം രമേശിന് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഓപ്ഷൻ ഇല്ല, 1.3ലേക്ക് തന്നെ പോകണം. പക്ഷേ മാനുവൽ ആണെങ്കിൽ 1.3ലും മാനുവലും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടിലേത് വേണമെന്നാണ് നമുക്കിപ്പം സംസാരിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ 1.3 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മൂത്ത്നെസ്സും എല്ലാ കാര്യങ്ങളും അതിനുണ്ട്. 163 bhp ആണ്, വളരെ പവർഫുൾ എഞ്ചിനാണ്. അതിന് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് DCT ഗിയർ ബോക്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈലേജ് നോക്കുകയാണെങ്കിൽ 19.41 km/ലിറ്റർ ആണ് 1 ലിറ്റർ എഞ്ചിന് കമ്പനി പറയുന്ന മൈലേജ്. 1.3യുടെ മാനുവലിന് കമ്പനി പറയുന്ന മൈലേജ് 17.75 km/ലിറ്റർ ആണ്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷന് കമ്പനി പറയുന്നത് 18.45 km/ലിറ്ററുമാണ്. അങ്ങനെ നോക്കുമ്പോൾ 1 ലിറ്ററിൻ്റെ മാനുവലിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കമ്പനി പറയുന്നത്. അപ്പോൾ വില നോക്കുകയാണെങ്കിലും വളരെ വലിയ വ്യത്യാസമുണ്ട്. 10.49 ലക്ഷം രൂപയിലാണ് 1 ലിറ്ററിൻ്റെ വില ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റെ വില അവസാനിക്കുന്ന 13.49 ലക്ഷം രൂപയിലാണ്. പക്ഷേ 1.3 ലിറ്റർ എഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ 13 ലക്ഷം രൂപയിലാണ്, അവസാനിക്കുന്നത് 18.69 ലക്ഷം രൂപയിലാണ്. അപ്പം എങ്ങനെ നോക്കിയാലും 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസം എൻട്രി ലെവൽ മോഡലിന് പോലും ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് മികച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സിറ്റി ഡ്രൈവിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 ലിറ്റർ ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ സിറ്റി ഡ്രൈവിൽ 1 ലിറ്റർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് മാനുവൽ ഗിയർ ബോക്സേ ഉള്ളൂ, എപ്പോഴും ഗിയർ ഷിഫ്റ്റ് വേണ്ടി വരും എന്നുള്ള കാര്യമാണ്. പക്ഷേ ഹൈവേയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹൈവേയിൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ 1.3 ലിറ്റർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഒരു അമേസിങ് ഒരു എഞ്ചിനാണ്, ഓടിക്കാൻ ഭയങ്കര രസകരമാണ്, വളരെ പവർഫുള്ളെന്ന് മാത്രമല്ല വളരെ സ്മൂത്താണ്. നിങ്ങൾ ഹൈവേയിലൊക്കെ ഒരു 6 സ്പീഡിലൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ
എഞ്ചിൻ സൗണ്ട് പോലും ഇല്ലാത്ത അത്രയും പെർഫെക്റ്റാണ് എഞ്ചിൻ എന്നാണ് പറയേണ്ടത്. അപ്പം സിറ്റിയിലാണ് സ്ഥിരമായിട്ട് ഓടിക്കുന്നതെങ്കിൽ മാനുവൽ മതി എന്നുണ്ടെങ്കിൽ 1 ലിറ്ററിലേക്ക് പോകാം. ഹൈവേയിൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു 1.3 ലിറ്ററിലേക്ക് പോകാം. ഹൈവേയിൽ ഇത് ഓടിക്കാൻ പറ്റുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സേഫ്റ്റിയാണ്. വളരെ ഹെവി ആയിട്ടുള്ള വാഹനമാണ്, നല്ല സേഫ്റ്റിയുമുണ്ട്. അപ്പോൾ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിലൊക്കെ പോയാലും ആ സ്റ്റെബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ അതുപോലെ കുറേ ദൂരം ഓടിച്ചു കഴിഞ്ഞു ആ വാഹനം ഈ 2-3 ഡ്രൈവുകൾക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ മനസ്സിലായി. അതുപോലെ തന്നെ ഗംഭീരമായി ബ്രേക്കിങ്ങും ഉണ്ട് റെനോ ഡസ്റ്ററിന്. അപ്പോൾ സിറ്റി ആണെങ്കിൽ 1 ലിറ്റർ, ഹൈവേ സ്ഥിരമായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ 1.3 ലിറ്റർ, അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത ചോദ്യം മുഹമ്മദ് കബീർ ആലപ്പുഴയിൽ നിന്ന് അയച്ചിരിക്കുന്നതാണ്. ഞാൻ പുതിയ ഇന്നോവ ക്രിസ്റ്റ ഇന്ന് ബുക്ക് ചെയ്യാനായിട്ട് ഡീലർഷിപ്പിൽ ചെന്നപ്പോൾ 83,000-ഓളം രൂപ വില കൂടിയെന്നാണ് പറയുന്നത്. പക്ഷേ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വില കൂടിയതെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുമില്ല. എന്താണ് പുതിയ ഫീച്ചേഴ്സ് എന്നറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2026 മോഡൽ ക്രിസ്റ്റ വന്നു കഴിഞ്ഞാൽ 2027 മോഡൽ വരാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യമാണ്. ക്രിസ്റ്റ നിർത്തലാക്കിയാണെന്നാണ് കമ്പനി എന്താ പറയുന്നത് ഒഫീഷ്യലി അല്ലെങ്കിൽ പോലും അറിയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഹൈക്രോസ് ആയിരിക്കും ആ ഒരു സെഗ്മെൻറ്റ് കൈയാളാൻ പോകുന്നത്. പക്ഷേ ക്രിസ്റ്റ ഗംഭീരമായ വാഹനമാണ്. ക്രിസ്റ്റയുടെ റീസെയിൽ വാല്യൂ ആയാലും അതിൻ്റെ ഹെവിനെസ്സും എല്ലാം ഗംഭീരമാണ്. നമുക്ക് തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പോകുന്നൊരു വാഹനമാണ് ക്രിസ്റ്റ എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ഇപ്പോൾ 2026 മോഡൽ ക്രിസ്റ്റ വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഹൈക്രോസ് വന്നപ്പോൾ തന്നെ ക്രിസ്റ്റയുടെ ഓട്ടോമാറ്റിക് നിർത്തലാക്കി എന്നുള്ള ഒരു വലിയ ഒരു സെറ്റ് ബാക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം വില അല്പം കൂടുകയും ചെയ്തിട്ടുണ്ട്. വില കൂടിയതിന് വേണമെങ്കിൽ സാധൂകരിക്കാവുന്ന രീതിയിൽ കുറേ മാറ്റങ്ങൾ, പുതിയ അഡീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വില ആരംഭിക്കുന്നത് 19.72 ലക്ഷം രൂപയിലാണ്. ZX എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 26.63 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. അടുത്ത വർഷം ക്രിസ്റ്റ നിർമ്മാണം അവസാനിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വില കൂടുതലെന്ന് പറയുന്നത് നമുക്കിനി പ്രത്യേകിച്ച് പരാതിപ്പെട്ടൊന്നും കാര്യമില്ല, എന്തായാലും നിർത്താൻ പോകുള്ളൂ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ്. എൻട്രി ലെവൽ മോഡൽ തൊട്ട് ടോപ്പ് എൻഡ് മോഡൽ വരെ നോക്കുമ്പോൾ 23,000 രൂപ തൊട്ട് 83,000 രൂപ വരെയാണ് 2026 മോഡൽ ക്രിസ്റ്റയ്ക്ക് കൂടിയിരിക്കുന്ന വില. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ക്രിസ്റ്റയിലെ മാറ്റങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രില്ലിലും ബമ്പറിലും ചെറിയ മാറ്റങ്ങൾ കാണാം. ടൊയോട്ടയുടെ കാര്യത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുതല്ലോ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരത്തുള്ളൂ. പക്ഷേ വില കൂട്ടുന്ന കാര്യത്തിൽ എപ്പോഴും ഏറ്റവും മുന്നിലുമായിരിക്കും ടൊയോട്ട എന്നുള്ളൊരു സംശയമില്ല. അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗ്രില്ലിലും ബമ്പറിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാം. അല്പം കൂടി കനത്ത ക്രോം ലൈനുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രില്ലിലൊക്കെ. നല്ല ഭംഗിയായിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് നമ്മളെ ഓർപ്പിക്കുന്നത് ലാൻഡ് ക്രൂയിസറിനെയാണ് എന്നും എനിക്ക് തോന്നി. പിന്നെ പിന്നിലെ ബമ്പറിലെ ക്രോം ഭാഗത്തിനും ഈ ഒരു മാറ്റമുണ്ട്. വേരിയൻറ്റുകൾക്കനുസരിച്ച് ഓട്ടോമാറ്റിക് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, ഹാലജൻ ഹെഡ്ലാമ്പുകൾ, അതുപോലെ തന്നെ 16-17 ഇഞ്ച് ടയർസ്, അതൊക്കെ ഈ ഓരോ വേരിയൻ്റ് അനുസരിച്ച് മാറുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോൾ 17 ഇഞ്ചാണ് ടയർ കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ പലയിടത്തും ഒരു കോപ്പർ നിറം വന്നിട്ടുണ്ട്. ഗ്രേസ് കോപ്പർ എന്നാണ് അതിനെ കമ്പനി വിളിക്കുന്ന നിറം. അത് സ്റ്റിയറിംഗ് വീലിലും ഡോറുകളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്, രസകരമായിട്ടുണ്ട്. ഉള്ളിലെ സീറ്റിൻ്റെയും അതുപോലെ ഡാഷ്ബോർഡിൻ്റെയും ടാൻ ബ്രൗൺ നിറമായിട്ട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേസ് കോപ്പർ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മഹീന്ദ്രയുടെ 3XOയിലൊക്കെയാണ് ഈ സംഭവം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ടൊയോട്ടയും ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. AC കൺട്രോളുകൾ, സ്വിച്ചുകൾ എന്നിവയിലുമൊക്കെ ഈ ഒരു നിറം നിങ്ങൾക്ക് കാണാം. സെക്കൻഡ് റോ യാത്രക്കാർക്ക് സീറ്റ് ബാക്കിൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ VX ZX വേരിയൻറ്റുകൾക്ക് വയർലെസ് ചാർജർ കൊടുത്തിരിക്കുന്നു. ZX വേരിയൻറ്റിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആംബിയൻ ലൈറ്റിങ്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതുപോലെ 8-way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ക്രൂയിസ് കൺട്രോൾ എന്നിവയും ഉയർന്ന വേരിയൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ABS, EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നിവ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റുകളിലും ഉണ്ട്. GX പ്ലസ് വേരിയൻറ്റുകളിൽ 3 എയർ ബാഗേ ഉള്ളൂ, മറ്റുള്ളവയിൽ 7 എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. എഞ്ചിനിൽ മാറ്റമില്ല, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് കുറച്ച് എന്താ പറയുക കോപ്പർ നിറമൊക്കെ ആഡ് ചെയ്തത് 83,000 രൂപ വാങ്ങിക്കുന്നൊരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ ടൊയോട്ട പോയിരിക്കുന്നത്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ അടുത്ത വർഷം നിർത്തലാക്കുന്നതുകൊണ്ട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. തന്നെയുമല്ല, ഇത് എത്ര വിലയ്ക്ക് വാങ്ങിച്ചാലും ആ വിലയ്ക്കൊക്കെ വിൽക്കാൻ സാധിക്കും കുറേ കാലം കഴിയുമ്പോൾ എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്റ്റ പോലുള്ള മോഡലുകളുടെ പ്രത്യേകത എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വില കൊടുക്കാൻ ആർക്കും വലിയ മടിയും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ നമുക്ക് പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. ഇതിൽ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പാണ് പോപ്പുലർ ഹുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 35 സർവീസ് സെൻറ്റേഴ്സും 35 സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഏതൊരു വാഹനം കേരളത്തിൽ എവിടെ ഓടിച്ച് നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും. ഓടിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ പറയുക. ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ വെന്യൂ, അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഓടിച്ചു നോക്കേണ്ട ഒരു വാഹനമാണ് ക്രെറ്റയുടെ EV. എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. ആ വാഹനമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ ഓടിക്കാൻ സാധിക്കും. അതുപോലെ ഏറ്റവും പുതിയ വെർണ വന്നിട്ടുണ്ട്. വെർണയുടെ ടെസ്റ്റ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. ഏറ്റവും പുതിയ വെർണയിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർക്കൊക്കെ 8-way അഡ്ജസ്റ്റബിൾ പവേർഡ് സീറ്റും അതുപോലെ തന്നെ പാസഞ്ചർക്കും പവേർഡ് സീറ്റൊക്കെ വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങളുണ്ട് അതിൽ.
അപ്പോൾ അതിനും വില ശരിക്കും പറഞ്ഞാൽ 10-14 ലക്ഷം രൂപയിൽ വില ആരംഭിക്കുന്നുണ്ട്. അത്രയും വലിയൊരു വെർണ എന്ന് പറയുന്ന വാഹനം ആ ഒരു വിലയ്ക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. അത് ഞാൻ പറഞ്ഞ എൻട്രി ലെവൽ മോഡലാണ്. അപ്പോൾ അത്ര ഏതൊരു വാഹനം ഓടിച്ച് നോക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഹ്യുണ്ടായെ പറ്റിയോ അല്ലെങ്കിൽ പോപ്പുലർ ഹ്യുണ്ടായെ പറ്റിയോ എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ 2 തരത്തിൽ അയക്കാം. ഒന്ന് biju@gmail.com എന്ന് പറയുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജു എന്നാർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജു എന്നാർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചോദ്യങ്ങൾ അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾ പറയുക, നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ ചെയ്യുന്നതാണോ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാണോ നല്ലതെന്ന് കൂടി ഒന്നൊരു അഭിപ്രായം പറയുക. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി. ബൈ.